ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ദൈവത്തെ അറിയേണ്ടത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ചോദിക്കാം, ദൈവത്തെ അറിയത്തില്ലേ? യേശുവിനെ എല്ലാവർക്കും അറിയത്തില്ലേ? അറിയാം. ലോകത്തിലുള്ള ഒട്ടുമിക്ക മനുഷ്യർക്കും കർത്താവിനെ അറിയാം. പ്രത്യേകിച്ച് വിശ്വാസികളായ നമുക്ക് ആത്മാവ് ഉള്ളിൽ ഉള്ളതുകൊണ്ട് ദൈവത്തിനെ അറിയാൻ കഴിയുന്നു. പക്ഷേ നമ്മൾ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തെ അറിയുന്നതിനകത്ത് ഒരു പ്രോഗ്രസ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കാതിരിക്കുന്നത്, അല്ലെ വിശ്വാസം നിർജീവമായിരിക്കുന്നത്, നമ്മൾ വിശ്വാസം ഇല്ലാത്തവരെ പോലെ, ക്രിസ്തു ഉള്ളിൽ ജീവിക്കാത്തവരെ പോലെ ആയിരിക്കുന്നത് പലപ്പോഴും ഈ ദൈവത്തെ വേണ്ടും ഇതിനെ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. ദൈവത്തെയും ദൈവത്തിന്റെ ശക്തിയെയും അവന്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ എത്ര പേര് ബോധവാന്മാരാണ് നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് എത്രത്തോളം ബോധ്യം വരുന്നുണ്ട്? നമുക്ക് നോളജ് ബൈ നോളജ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതിനപ്പുറം ആത്മാവിലൂടെ നമുക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ അത് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മളൊക്കെ കർത്താവിനെ അറിയുന്നത് ഈ പറയുന്ന വചന ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലൂടെയും മറ്റ് പുറമേ ഉള്ള കാര്യങ്ങളുടെ ആൾക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയും ഒക്കെയാണോ, അതോ വ്യക്തിപരമായി നമ്മൾ ഓരോ ദിവസവും ആഴമേറിയ ഒരു ബന്ധം, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ? ഇത് അനുഭവിക്കാൻ കഴിയാത്തത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആ വളർച്ചയുടെ കുറവ് വരാൻ കാരണമായിരിക്കുന്നത്. വിശ്വാസവും ഈ പറയുന്ന ദൈവത്തെ അറിയുന്നതും തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട്. കാരണം നമുക്ക് ആദ്യം വിശ്വാസം വന്നത് എപ്പോഴാണ്? ആദ്യമായി നമ്മൾ ക്രിസ്തുവിനെ വീണ്ടും ഇതിനെ രക്ഷാകരമായ ഒരു ഫെയ്ത്ത് നമ്മളിൽ വരുന്നത് നമുക്കൊരു ഫസ്റ്റ് നോയിങ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ്. സുവിശേഷത്തിന്റെ കേൾവിയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്താണ് ചെയ്തതെന്നും നമ്മുടെ ഹൃദയം കൊണ്ട് ആത്മാവിനാൽ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ഫെയ്ത്ത് ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് ആ ഫെയ്ത്ത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമുക്കൊന്ന് വെളിപ്പെടുത്താതെ നമുക്ക് ദൈവികമായ ഒരു കാര്യങ്ങളും കാണാൻ കഴിയില്ല. കാണാൻ കഴിയാതെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കാനും കഴിയത്തില്ല, അല്ലേ? നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ദൈവത്തെ നമുക്ക് അറിയാതെ വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മൾ ആത്മാവിൽ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അല്ലെ പുറമേ ഉള്ള കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പല ആൾക്കാരും വിശ്വസിക്കും. ആ വിശ്വാസം ഒരു ഡീപ്പല്ല, ഒരു എന്താ പറയുന്നത്, പുറം ലെവലിലുള്ള വിശ്വാസമാണ്. അത് അത്ര ആഴവേറിയ വിശ്വാസമൊന്നുമല്ല. പക്ഷെ ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തെ പറ്റി അറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഫെയ്ത്ത് അത് സ്ട്രോങ് ഫെയ്ത്ത് ആണ്. അത് വരുന്നത് ഉള്ളിൽ നിന്നാണ്. ഇന്ദ്രിയങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെയ്ത്ത് അല്ല, അല്ലെങ്കിൽ കാഴ്ചയുടെ തലത്തിലോ അനുഭവത്തിന്റെ തലത്തിലോ ഉണ്ടാകുന്ന ഫെയ്ത്ത് അല്ല. ഡീപ്പായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്ന ആഴമേറിയ ദൈവത്തിന്റെ റിലേഷനിൽ നിന്ന് വരുന്ന ഒരു തരം ശക്തമായ ഫെയ്ത്താണ്. അതാണ് അതിവിശുദ്ധ ഫെയ്ത്ത്, അല്ല അതിവിശുദ്ധ വിശ്വാസം എന്നാണ് ബൈബിളിൽ അതിനെ പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസം വരുന്നത് ദൈവം എന്നിൽ ചെയ്യുന്ന ഒരു കണ്ണു തുറക്കലിലൂടെ, അല്ലെങ്കിൽ ഒരു കാഴ്ചയിലൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ആ ഒരു അറിവിലൂടെയാണ് ആ ഫെയ്ത്ത് സ്റ്റാർട്ട് ആകുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ദൈവത്തെ അറിയുന്നത് ജീവനാകുന്നു, നിത്യജീവനാകുന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ജീവൻ അനുഭവിക്കുന്നതും എപ്പോഴാണ്? ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. നമ്മൾ ഓരോ ദിവസവും അവന്റെ ജീവൻ അനുഭവിക്കാൻ പോകുന്നതും എങ്ങനെയാണ്? ഈ ജീവന്റെ അറിവിലൂടെ, ജീവനെ അനുഭവിക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ആ ജീവൻ നമ്മൾ അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, ജീവൻ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും നിർജീവന്മാരായി, ഒരു വിശ്വാസമില്ലാത്തവരായി, ചുമ്മാതെ പാട്ടുപാടി ആരാധിച്ച് പുറമേ ഉള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കാനേ കഴിയത്തുള്ളൂ. നമുക്ക് ജീവൻ ഉണ്ടാകത്തില്ല. നമുക്ക് ജീവൻ എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്താണ് കാരണം? ദൈവത്തെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ജനങ്ങൾ
അവരുടെ അവിശ്വാസത്തെ നമുക്ക് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവര് മരുഭൂമിയിൽ പട്ടുപോയതിന്റെ കാരണം എന്താണ്? അവരുടെ അവിശ്വാസം നിമിത്തമാണ്. എന്താണ് അവർ അവിശ്വസിക്കാൻ കാരണം? അവർക്ക് ദൈവത്തെ വേണ്ടും വിധേനെ അറിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവർ പലയിടങ്ങളിലും അവിശ്വസിച്ചു. പക്ഷെ മോശ ദൈവത്തെ നന്നായി അറിഞ്ഞു. അതുകൊണ്ട് ദൈവം മോശയെ പറ്റി എന്താ പറഞ്ഞേ? എന്റെ മോശ, അവൻ എല്ലാ ഇടങ്ങളിലും എന്താ വിശ്വസ്തനായിരുന്നു അല്ലെ, എല്ലാ മേഖല. അവൻ ദൈവത്തെ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞത് അവൻ ദൈവത്തെ അറിയാമായിരുന്നു. അവൻ തന്റെ വ്യക്തി ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഫെയ്ത്ത് എന്തായിരുന്നു? സ്ട്രോങ് ആയിരുന്നു. ദൈവത്തെ അറിയാത്തത് കൊണ്ട് ഇസ്രായേൽ ജനങ്ങൾക്ക് എന്ത് പറ്റി? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് പുറമേ ഒരു അറിവുണ്ടായിരുന്നു, അത്ഭുതങ്ങളിലൂടെയൊക്കെ, അടയാളങ്ങളിലൂടെയുള്ള അറിവ്, അല്ലെങ്കിൽ പുറമേയുള്ള അത്ഭുതങ്ങളിലൂടെയുള്ള അറിവുണ്ടായിരുന്നു. അല്ലാതെ ആന്തരികമായി ദൈവത്തെ അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അറിയാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ദൈവത്തെ വിശ്വസിക്കാനും കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് ദൈവത്തെ വ്യക്തിപരമായി ഓരോ സാഹചര്യങ്ങളിലും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ വിശ്വാസം കണ്ടെത്താൻ നമുക്ക് കഴിയത്തില്ല. ഇപ്പൊ നമ്മുടെ അവിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവനെ വേണ്ടും വിധേനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തിമോത്തിക്ക് എഴുതിയ ലേഖനം, 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം അതിന്റെ 1:12. ഈ പൗലോസിന്റെ ഓട്ടത്തിന്റെ സ്ട്രെങ്ത് എന്തായിരുന്നു അറിയോ? പൗലോസിന്റെ ഓരോ നിമിഷമുള്ള തന്റെ ഈ ഓട്ടത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് നന്നായി ദൈവം ആരെന്ന് അറിഞ്ഞിരുന്നു അല്ലെ. 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം 1:12 എന്താണ് പറയുന്നത്? ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവന്റെ ശക്തി ഞാൻ അറിയുന്നു. അവന്റെ ജ്ഞാനം അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അവൻ എന്റെ ട്രഷർ, അവനാണ് എന്റെ ഫ്യൂവൽ. എന്റെ ഓട്ടത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ്, അവന്റെ ശക്തിയാണ്. അപ്പൊ നമ്മളിൽ അവന്റെ ധനമില്ലേ? ഉണ്ട്. കർത്താവിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ സർവ്വധനങ്ങളും ഗുപ്തമായിരിക്കുന്നു. ജ്ഞാനവും ശക്തിയും എല്ലാം ഗുപ്തമായിരിക്കുന്നു. സ്നേഹവും, പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്നേഹിക്കാൻ ദൈവം നമുക്ക് സ്നേഹം തരണ്ടേ ബ്രദറെ എന്ന് ചോദിക്കുന്നുണ്ട്. സ്നേഹം നമുക്ക് ആർക്കും ദൈവം തന്നിട്ടില്ല. പരിജ്ഞാനം ദൈവം നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടുണ്ട്, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി വിശ്വാസത്താൽ മുമ്പോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്തത്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കി തരട്ടെ എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ഇരിക്കത്തേ ഉള്ളൂ. ദൈവം ഇറക്കി തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. അവന്റെ എല്ലാ ശക്തിയും അവന്റെ എല്ലാ ധനങ്ങളും ദൈവത്തിന്റെ ആത്മാവിനാൽ ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇനി ഇത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? വിശ്വാസത്താലാണ് ആക്സസ് ചെയ്യുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നോട്ട് പോകല്ലേ, മൂവ് ചെയ്യും നമ്മൾ. ഇതുകൊണ്ടാണ് വിശ്വാസത്താൽ എക്സസൈസ് ചെയ്യണം, വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ചെയറിൽ ഇരിക്കുന്ന ഒരു പരിപാടിയല്ല എന്ന് ഞാനും വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തത്? ദൈവത്തെയും ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുക. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും സ്നേഹവും എല്ലാം ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നുപോയിട്ട് നമ്മൾ ഇത് അന്വേഷിച്ച് എവിടേക്കോ നടക്കുകയാണ്. ഇതൊന്ന് വെളിപ്പെട്ട് കിട്ടാനാണ് നമ്മൾ യഥാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഇവിടെ 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം ആ വാക്യം ഒന്ന് വായിക്കുക. 2 തിമോത്തി അതിന്റെ 1:12 വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അത് നിമിത്തം തന്റെ കഷ്ടതകളെല്ലാം സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പോൾ പൗലോസ് ഉറച്ചുമിരിക്കുന്നു, അവൻ എന്റെ ഉപനിധി, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് താൻ അറിയുന്നു. അപ്പൊ തന്റെ ഓട്ടത്തിന്റെ സ്ട്രെങ്ത് എന്തായിരുന്നു? ഈ പറയുന്ന ദൈവത്തെ പറ്റിയുള്ള തിരിച്ചറിവ്, അറിവാണ്. ഇനി മുന്നോട്ടുള്ള ഓട്ടത്തിലും താൻ എന്താണ് ശ്രമിക്കുന്നത്? ദൈവത്തെ കൂടുതൽ അറിയാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് എന്താണ് പറയുന്നത്? ഞാൻ ഇനി അറിഞ്ഞതൊന്നും പോരാ, ഇനിയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അറിയേണ്ടതായിട്ടുണ്ട്. ഇനിയും അറിയണം, അതാണ് തന്റെ സ്ട്രെങ്ത്. ഞാൻ ഇനിയും അവനെ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ക്രിസ്തുവിനെ നമ്മൾ എവിടെയൊക്കെയോ ദൂരെ വെച്ച് കണ്ടിട്ടുള്ളൂ. നമ്മളെല്ലാവരും ദൈവത്തെ അറിയുന്നത് എവിടെയോ ദൂരെ നിന്നാണ്. നമ്മൾ വേണ്ട വിധേന ആത്മാവിൽ അവനെ ആഴമേറിയ ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെയും നേരത്തെ ഞങ്ങൾ ആരെയും ജഡത്തിൽ അറിയുന്നില്ല,
ഇപ്പോഴോ ഞങ്ങൾ ആത്മാവിനെ എല്ലാവരെയും അറിയുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ക്രിസ്തുവിനെയും നേരത്തെ ജഡത്തിൽ അറിഞ്ഞിരുന്നു, ഇപ്പോഴോ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെയും ജഡത്തിൽ അറിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇമോഷണലി, ടെക്നോളജി വഴി, തിയോളജിക്കലി, ബുദ്ധിപരമായി, എന്തേലും മിസ്റ്റിക് എക്സ്പീരിയൻസിലൂടെയും അല്ലെ പുറമേ ഉള്ള മറ്റ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളിലൂടെയും ഒക്കെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശിശു അല്ല, ഇപ്പോൾ അപ്പൻ എന്നുള്ള രീതിയിൽ മകൻ, അതായത് പുത്രൻ എങ്ങനെയാണോ പിതാവിനെ അറിയുന്നത്, നമ്മളെ എങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത് അറിയോ? പുത്രൻ എങ്ങനെയാണോ പിതാവിനെ അറിയുന്നത് ആ നോയിങ് എക്സ്പീരിയൻസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പുത്രൻ നമ്മളെ ക്രിസ്തുവിൽ പിതാവിനെ വലതുവശത്ത് ഇരുത്തിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുത്രൻ അറിയുന്നത് പോലെ തന്നെയാണ് നമ്മൾ പിതാവിനെ അറിയാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ക്രിസ്തുവിലൂടെ, പുത്രനിലൂടെ ദൈവത്തെ, തന്റെ സൃഷ്ടാവിനെ അറിയുകയാണ് ചെയ്യുന്നത് എല്ലാ വിധത്തിലും. അപ്പൊ നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാത്ത ഒരാളെ കാണുന്ന പോലെ തോന്നത്തില്ല. നല്ല പരിചയമുള്ള, നല്ല അനുഭവിച്ചറിഞ്ഞ് വർഷങ്ങളായ തന്റെ ഈ ടൈമിലൂടെ, ലോകത്തിന്റെ ഈ ടൈമിലൂടെ വിശ്വാസത്താൽ വർഷങ്ങളായി അനുഭവിച്ചറിഞ്ഞ ഒരാളെ നേരിട്ട് കാണുന്നത് പോലെ ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പരിചയമില്ലാത്ത ഒരാളെ കാണുന്ന പോലെ, ഒരു മാനുഷികമായ രീതിയിൽ ഞാൻ പറഞ്ഞത്, പരിചയമില്ലാത്തൊരു ആളെ കാണുന്ന പോലെ തോന്നിയേക്കാം. അങ്ങനെ കാണുന്നില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദൈവത്തെ നന്നായി അറിയാൻ വേണ്ടി ആണ് ദൈവം നമുക്ക് തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നതും ഈ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന്റെയും ഒരു പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യം. ഇവിടെ ദൈവത്തെ അറിയേണ്ടതിന്, വീണ്ടും ഇതിനെ അറിയേണ്ടതിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ച പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെയും തരേണ്ടതിനും നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും, വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാധനം, റിച്ചസ്, ദൈവത്തിന്റെ ധനം, അവന്റെ ശക്തി ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെ എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇത് അറിയേണ്ടതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ശക്തി നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും വിശ്വാസം ഇല്ലാത്തത്, നിർജീവമായിരിക്കുന്നത്, നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ക്രിസ്തുവിന്റെ ശക്തിയുടെ വലിപ്പം എത്ര വലുതാണ്, അവന്റെ ജ്ഞാനം എത്ര, അവന്റെ ധനം, നമുക്ക് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ധനം എത്ര വലുതാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇത് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്, ആരാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഓരോ സെക്കൻഡുകളിലും നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതായിട്ടുണ്ട്. ആരാണ് ഉള്ളിൽ ഇരിക്കുന്നത്? സർവ്വത്തെയും സൃഷ്ടിച്ചവനാണ്. അവന്റെ സകല ശക്തിയും ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ അവൻ തന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് ഞാൻ പറയുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് ഞാൻ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ആത്മാവിനാൽ തിരിച്ചറിഞ്ഞെങ്കിലേ കഴിയൂ. ഇത് നമ്മൾ പറഞ്ഞാലും ഇത് നമ്മൾ തിരിച്ചറിയത്തില്ല. ഇത് നമുക്ക് ഒരു നോളജായി, ഒരു ഇൻഫർമേഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്നുള്ളൂ. ഇതൊരു റെവലേഷനായി, നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രെങ്തായി, നമ്മൾ യഥാർത്ഥമായ ഒരു വെളിപ്പാടായി മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്കിത് വെളിപ്പെടുത്തണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇത് ദൈവം വെളിപ്പെടുത്തി തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഓടാൻ കഴിയത്തില്ല. അല്ലെ ഓടുന്ന മുഴുവൻ സ്ട്രെങ്തിലായിരിക്കും, അല്ലെ ഓടത്തുമില്ല. രണ്ട് കാര്യമായിരിക്കും ചെയ്യുന്നത്. ഒന്നീ ഓടത്തില്ല, അല്ലെങ്കിൽ ഓടുന്ന മുഴുവൻ സ്വന്തം ശക്തിയിലായിരിക്കും. ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാരെയാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഒരു വിഭാഗമുള്ള ആൾക്കാർ ഓടത്തില്ല, എല്ലാം ദൈവം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഒരു പാസീവ്, അല്ലെ, ആ ഒരു ഒബീഡിയൻസിലേക്ക് പോകും. മറ്റൊന്ന്, ഓടി മരിക്കുന്ന കുറെ ആൾക്കാരെയാണ് കാണാൻ കഴിയുന്നത്. കുറെ പ്രവൃത്തികൾ ചെയ്തും ഫാസ്റ്റിംഗ് എടുത്തും അധ്വാനിച്ചും എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയെ തയ്ക്കാനും ദൈവത്തെ അന്വേഷിക്കാനും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ശ്രമിക്കുന്ന കുറെ ആൾക്കാരെയാണ്, ഓടുന്ന കുറെ ആൾക്കാരെയാണ് നമുക്ക് മറ്റൊരു. ഇത് രണ്ടുമല്ല, ദൈവത്തിന്റെ ധനം യഥാർത്ഥമായി അറിഞ്ഞ് ആ ധനത്തിൽ വേരൂന്നി അവന്റെ സ്ട്രെങ്തിൽ ഓടുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അതിനേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്തറിയണം? ദൈവത്തിന്റെ ശക്തി എന്തെന്ന് അറിയണം, ദൈവത്തിന്റെ ധനം എന്തെന്ന് അറിയണം. അതറിയാൻ വഴിയെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുള്ളിൽ നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആത്മാവ് നമുക്ക് ഓരോ ദിവസവും അത് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതായിട്ടുണ്ട്. എല്ലാ സാഹചര്യം, കഷ്ടങ്ങളുടെ നടുവിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഇത് അറിയണം. അറിയാതെ നോക്കാൻ പറ്റത്തില്ല. വേദനയുടെ നടുവിൽ നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ
പലപ്പോഴും എന്താ നോക്കാൻ കഴിയാത്തത്? വേണ്ടുമേതിനെ അറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ദുർദിവസത്തിൽ അറിയാൻ വേണ്ടി ശ്രമിച്ചാൽ എന്താ പ്രശ്നം? അന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. അതുകൊണ്ട് ഓരോ സെക്കൻഡുകളും അറിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ദുർദിവസത്തിൽ എപ്പോഴും തയ്യാറെടുത്തിരിക്കാൻ പറയുന്നത്, അല്ലെ? നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കും. നമുക്ക് അതുകൊണ്ട് ദൈവത്തെ നോക്കുവാനോ അനുഭവിക്കുവാനോ കഴിയത്തില്ല. നമ്മൾ ദുഃഖം കൊണ്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കും. അതുകൊണ്ട് എല്ലാ നിമിഷവും നമ്മൾ ദൈവത്തെ അറിയേണ്ടതായിട്ടുണ്ട്. അവന്റെ ധനത്തെയും അവന്റെ ജ്ഞാനത്തെയും അവന്റെ സ്നേഹത്തെയും. ഇവിടെ എല്ലാം ദൈവത്തെ അറിയുന്നതിനെ പറ്റിയാണ് പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവേശുവിലും വ്യാപരിച്ച അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴിൽ വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് വേറൊരു പ്രയർ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും പൗലോസ് 3-ാം അധ്യായത്തില് 17 വാക്യം, ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വരുന്ന അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവുകളും നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ അറിവിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് ദൈവസ്നേഹത്തിന്റെ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ. ഈ ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമേറിയതാണ് എന്ന് ഒരാൾ തിരിച്ചറിയുമ്പോൾ ആ അറിവിന്റെ പ്രോഗ്രസിൽ അയാൾക്ക് ഒരു പ്രോഗ്രസീവായ ഒരു ക്രിസ്ത്യ ജീവിതം നടത്തുവാൻ അയാൾക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ നിറവിലേക്ക് ആ വ്യക്തിക്ക് വരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ നന്നായി അറിയുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ആ ദൈവസ്നേഹം തന്നെയായിരിക്കും നിയന്ത്രിക്കപ്പെടുന്നത്. നിറയപ്പെടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിയന്ത്രിക്കപ്പെടുക എന്നാണ് എന്റെ ലിറ്ററൽ മീനിങ് ഗ്രീക്കിൽ. അപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നത് ഈ സ്നേഹത്താലായിരിക്കും. അപ്പോൾ ദൈവത്തെ നമ്മൾ അവന്റെ സ്നേഹവും അവന്റെ ശക്തിയും അവന്റെ ജ്ഞാനവും അവനെയും വ്യക്തിപരമായി നമ്മൾ ആഴമേറിയ രീതിയിൽ അറിയേണ്ടതായിട്ടുണ്ട്. അറിയുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ വിശ്വാസം വ്യാപരിക്കപ്പെടും. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ലാത്തവരായി നമ്മൾ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? നമുക്ക് ആരെ നമ്മൾ അറിയുന്നു, അല്ലെ ആരെ വിശ്വസിക്കുന്നു നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ വിശ്വസിക്കുന്ന ആരാണെന്ന് അറിഞ്ഞാലല്ലേ വിശ്വസിക്കാൻ കഴിയും. പൗലോസിന് വിശ്വസിക്കുന്ന ആരാന്ന് അറിയാം, അതുകൊണ്ട് നന്നായി വിശ്വസിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ആ അറിവ് അവനെ ഒരിക്കലും മതി എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചില്ല. താൻ പിന്നെയും ദൈവത്തെ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഫിലിപ്പിയ ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായം 3:11. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നുണ്ടെന്നു. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും അറിയുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. എന്താണ്? അനുഭവിച്ച് അറിയണം എന്നാണ് പറയുന്നത്. അനുഭവിച്ചറിയണം. വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചാൽ നമ്മൾ എത്ര പേരുണ്ട്? ലിറ്ററൽ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുന്നവർ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവർ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നില്ല എങ്കിൽ പിന്നെ സഭയെന്ന് പോലും നമുക്ക് പറയാൻ കഴിയത്തില്ല. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മളിലൂടെയാണ് ലോകം കാണുന്നത്. അവന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ദൈവത്തെ അറിയുക എന്നുള്ളതും അവന്റെ ശക്തി അറിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവത്തെ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായി ഇരിക്കുന്നത്. മറ്റു പല വിശ്വാസമില്ലാത്തതുകൊണ്ട് എല്ലാ മേഖലകളിലും അവന്റെ വളർച്ചയും എല്ലാം അത് ബാധിക്കുകയും ചെയ്യും. ക്രിസ്തു നമ്മൾ വളരുന്നതിനും അത് ബാധിക്കും. കാരണം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയുന്നില്ല, ദൈവികമായ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല. ഇനി അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിയുന്നത്? ഇവിടെ പൗലോസ് ഉപയോഗിച്ച ഒരേ മാർഗമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. 2 കാര്യങ്ങൾ ഇവിടെ പൗലോസ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പേഴ്സണൽ പ്രയറാണ്, വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മളെല്ലാം ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നു,
മറ്റു പല എന്താ പറയുന്നത് പ്രാർത്ഥന ഗ്രൂപ്പുകളിലും മറ്റ് സമയങ്ങളിലും എല്ലാം പ്രാർത്ഥിക്കുന്നു, കൂടി വന്ന് പ്രാർത്ഥിക്കും. പക്ഷെ വ്യക്തിപരമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. നമ്മൾ അതുകൊണ്ട് കൂട്ടത്തിലേ നമ്മൾ ദൈവത്തെ അറിയുന്നുള്ളൂ. കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുള്ളൂ, നമുക്ക് കൂട്ടത്തിലേ ദൈവത്തെ അറിയാൻ കഴിയുന്നുള്ളൂ. കൂട്ടത്തിൽ കൂടി വരുമ്പോൾ നമ്മൾ സഭയിലെ ശുശ്രൂഷയിലൂടെ അറിയുന്നതുകൊണ്ട് കൂട്ടത്തിലേ നമുക്ക് ദൈവത്തെ അറിയത്തുള്ളൂ. അല്ല വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ അറിയത്തില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ അറിയണമെങ്കിൽ വ്യക്തിപരമായി നമ്മൾ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. വ്യക്തിപരമായി പേഴ്സണൽ പ്രയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിലൂടെയും മനസ്സിലാക്കിയൊരു കാര്യമാണ്. വ്യക്തിപരമായുള്ള പ്രാർത്ഥന, ദൈവത്തെ അറിയേണ്ടതിന് ഉള്ള പ്രാർത്ഥന, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പൗലോസ് നന്നായി ദൈവത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളത് തന്റെ ലേഖനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പരീക്ഷന്മാർക്ക് എന്താ സംഭവിച്ചു പോയത്? പരീക്ഷന്മാര് തിയോളജിക്കലി ദൈവത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, മനസ്സിലാക്കി. ദൈവത്തിന്റെ ഹൃദയം അവർ മനസ്സിലായില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മിശിഹായെ മിസ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് കർത്താവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തെ അറിഞ്ഞില്ല, ദൈവത്തെ അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അവർ ബുദ്ധിപരമായി അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു, തിയോളജിക്കലി അറിഞ്ഞിരിക്കുന്നു, പക്ഷെ ആത്മാവിൽ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ആത്മാവിൽ ആണ് സത്യം മനസ്സിലാക്കുകയും സത്യത്താൽ നിയന്ത്രിക്കപ്പെടുകയും വേണ്ടത്. അപ്പോൾ ആത്മാവിൽ നമുക്കിത് മനസ്സിലായില്ല, ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ടും നമ്മൾ വളരെ വിദൂരമായിരിക്കും. നമ്മൾ വിചാരിക്കും വളരെ ക്ലോസ് ആണെന്ന്. നമ്മൾ വളരെ ദൂരെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു ദൈവത്തെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നതും. ഒരു പിടുത്തവും കാണാം. അതായത് പരീക്ഷന്മാർക്ക് സംബന്ധിച്ച് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ദൈവത്തെയാണ് അവർ കണ്ടത്. അവർക്കല്ലാതെ യഥാർത്ഥമായി ദൈവത്തെയോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ല, മനസ്സിലായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവർ വിശ്വസിച്ചു. ദൈവത്തെ അറിയാമായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിച്ചവനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായേനി. കാരണം അവർക്ക് ദൈവത്തെ അറിയാമായിരുന്നുവെങ്കിൽ. ദൈവത്തെ അറിയാത്തതുകൊണ്ട് അവന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിച്ച ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ കൂടുതൽ അറിയാവുന്നവരായിരിക്കണം. ഈ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ എനിക്ക് കാണാൻ കഴിയും, ദാവീദ് വ്യക്തിപരമായി ദൈവത്തെ കൂടുതൽ അറിയുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത്. തന്റെ ആ തകർച്ചയിലൂടെ താൻ ദൈവത്തെ കൂടുതൽ ദൈവത്തിന്റെ ഹൃദയം അറിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദാവീദിനെ പറ്റി ദൈവം പറഞ്ഞത്, അവൻ എന്താ പറയാ, തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്റെ ഹൃദയം താൻ നന്നായി അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്റെ വിശ്വാസം പലപ്പോഴും ദൈവത്തെ പറ്റിയുള്ള അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സങ്കീർത്തനം അതിന്റെ 42:6. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിശ്വാസിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ദാവീദ് ഡിപ്രസ്ഡ് ആണ്, അല്ലെ, ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചത്? എന്താണ് ഹെർമോൻ പർവ്വതങ്ങളിൽ സംഭവിച്ചത്? യോർദാൻ പ്രദേശത്ത് സംഭവിച്ചത്? മിസാർ മലയിൽ എന്താണ് സംഭവിച്ചത്? തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ ദൈവം ഇവിടെ എല്ലാം നടത്തിയത് താൻ ഓർക്കുന്നു, അറിയുന്നു. ആ അറിവാണ് ഈ ഡിപ്രസ്ഡ് ആയ മേഖലയിൽ തന്നെ എന്ത് ചെയ്യുന്നത്? ഫെയ്ത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. ഞാൻ കുറെ കാലം ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഞാൻ കുറെ കാലം ഇതിനു മുമ്പുള്ള വാക്യം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഴിയെ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രഷനിലൂടെ തന്റെ പ്രതികൂല സാഹചര്യങ്ങൾ തന്നെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? തൻ്റെ ഉള്ളിൽ ഡീപ്പായി കിടന്ന ദൈവത്തിന്റെ നോളജിനെ, ദൈവത്തിനെ അറിയുവാൻ, ആ അറിവിനെ എന്ത് ചെയ്യാണ്? ഈ പ്രശ്നങ്ങൾ വിളിക്കുകയാണ് ചെയ്യുന്നത്, ഓർക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ എന്ത് ചെയ്യുന്നു? കൂടുതൽ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, ദൈവത്തിലേക്ക് ഹോപ്പ് കൂടുതൽ ആശ്രയിക്കുവാൻ, സ്ട്രെച്ച് ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിലും ദൈവത്തെ പറ്റിയുള്ള നോളജാണ് അവരെ എല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തരായി, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നവരായി, അല്ലെങ്കിൽ യഥാർത്ഥമായി ആശ്രയിക്കുന്നവരായി മാറ്റുന്നത്. ദൈവത്തെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവനെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? വിശ്വസിക്കുവാൻ കഴിയത്തില്ല. ദാവീദും തന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ദൈവത്തെ അവൻ അറിഞ്ഞിരുന്നു. ആ അറിവാണ് തന്നിൽ വിശ്വാസം വെളിപ്പെടുവാൻ കാരണമായെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ പൗലോസിന്റെ ജീവിതത്തിലും ദൈവത്തെ പറ്റി അറിയുന്നതാണ് തന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുവാനും വിശ്വാസത്തിന്റെ ഓട്ടം ഓടുവാനും എല്ലാം കാരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനത്തിൽ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു.
വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്നവനായ ക്രിസ്തുവിനെ നോക്കി. അപ്പോൾ അത് ഓടുവാൻ കാരണമായ ആ ഓട്ടത്തിന്റെ സ്ട്രെങ്ത് എന്താണ്? ഫ്യൂവൽ എന്താണ്? ഈ ഫ്യൂവൽ ഒരു ദിവസം തീരുമ്പോൾ ഓട്ടോ നിൽക്കും. ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് നിൽക്കുമ്പോൾ ഓട്ടോ നിൽക്കും. നിങ്ങൾ ക്രിസ്തുവിനെ അറിയാൻ കഴിയുമെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. എന്താണ് കർത്താവ് ചെയ്തതെന്ന് അറിയുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. കാരണം ആ അറിവ് അത് ജീവനാണ്. അത് നമ്മുടെ ഹൃദയത്തെ തകർക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, നമ്മളെ യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്, നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ബലപ്പെടുത്തുന്നതാണ്. ദൈവം നമുക്കറിയാം, പത്രോസ് കടലിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ കർത്താവിനെ കടലിനെ മധ്യ വെച്ച് കാണുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യം, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ ഇതിന്റെ മുകളിലൂടെ നടന്ന് നിന്റെ അടുത്ത് വരുവാൻ കൽപ്പിക്കണമേ എന്നാണ് പറയുന്നത്. പത്രോസിന് അറിയാം ക്രിസ്തു ആണെങ്കിൽ തനിക്ക് ഇതിന്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ കഴിയും. ആ അറിവാണ് ആദ്യം പ്രയർ ഉണ്ടാക്കി ക്രിസ്തുവിനേക്ക് അപേക്ഷിച്ചു. നീ ആണ് എങ്കിൽ എനിക്ക് ഇതിന്റെ മുകളിൽ കൂടെ നടന്നു വരാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. നീ നടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ നടന്നു വരാൻ പറഞ്ഞപ്പോൾ താൻ ക്രിസ്തു തന്നെ ഇതിന്റെ മുകളിൽ കൂടെ നടത്താൻ മതിയായവനാണ് എന്നുള്ള തന്റെ അറിവ് തന്നിൽ ഫെയ്ത്ത് ഉണ്ടാക്കി. ആ ഫെയ്ത്ത് തന്നിൽ ഉണ്ടാക്കി? അനുസരണത്തെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യമേ എന്താണ് ആ നോയിങ് എക്സ്പീരിയൻസ്, ആ ദൈവത്തെ അറിഞ്ഞതാണ് എന്തുകൊണ്ടെന്ന് ആ വിശ്വാസം വ്യാപരിക്കപ്പെടുവാൻ കാരണമാകുന്നത് നമുക്ക് കാണാം. ഇനി ദൈവത്തെ പറ്റിയുള്ള അറിവിൽ നിന്നല്ല വിശ്വാസം വ്യാപരിക്കപ്പെടുന്നെങ്കിൽ എന്താ സംഭവിച്ചു പോകുന്നത്? അത് ക്ഷീണിച്ചു പോകും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്ഷീണിച്ചു പോകും. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മൾ മടുത്തു പോകും. അറിവിലാണ് റൂട്ടഡ് ആണ് എങ്കിൽ, അറിവിൽ റൂട്ടഡ് ആണ്, തിരിച്ചറിവിൽ റൂട്ടഡ് ആണ് എങ്കിൽ അത് ജീവനിൽ റൂട്ടഡാണ്. കാരണം അവനെ അറിയുന്നത് നിത്യജീവനാകുന്നത്. അപ്പൊ അറിവിൽ റൂട്ടഡ് ആണെങ്കിൽ എന്തിൽ റൂട്ടഡാണ്? ജീവനിൽ റൂട്ടഡാണ്. ജീവനിൽ റൂട്ടഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും വാടത്തില്ല, ഒരിക്കലും നശിച്ചു പോകത്തില്ല, കൂടുതൽ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ, കൂടുതൽ ബലപ്പെട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ വിശുദ്ധന്മാരെല്ലാം അവർ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു, അല്ലേ? അതുകൊണ്ട് പത്രോസ് എന്താ പറഞ്ഞത്? ജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ എങ്ങനെ നിന്നെ വിട്ടു പോകും? ജീവന്റെ മൊഴികൾ നീ ജീവനാകുന്നു അറിയുന്നു. അപ്പോൾ ദൈവത്തെ അറിയുക വ്യക്തിപരമായ ജീവിതത്തിൽ അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് അടുത്ത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും, അല്ലെ? പിശാച് നിങ്ങളെ വിട്ടു പോകും. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കേണ്ടതായിട്ടുണ്ട്. അവന്റെ മുഖം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അന്വേഷിക്കേണ്ടതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു, നമ്മൾ ആ ബോധത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള സുബോധത്തിലേക്ക്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് നിങ്ങൾ സോബറായിരിക്കാൻ പറയുന്നത്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള സുബോധം നഷ്ടപ്പെടുത്താതിരിക്കാൻ പറയുന്നത്. അവന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള സുബോധം നഷ്ടപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരെ പോലെ ലോകം ജീവിക്കുന്നു. നമ്മൾ അസാധാരണമായ ജീവിതം ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരു അസാധാരണമായ ജീവിതം ജീവിക്കുന്നവരാണ്. ക്രിസ്തുവിനെ, ദൈവത്തിനെ വഹിക്കുന്നവരാണ്, ക്യാരി ചെയ്യുന്നവരാണ്. അവന്റെ ശക്തിയും അവന്റെ റിസോഴ്സും ക്യാരി ചെയ്യുന്നവരാണ്. നമ്മൾ എങ്ങും അന്വേഷിച്ച് പോകണ്ട അവന്റെ ശക്തിക്ക് വേണ്ടി. അത് നമ്മുടെ ഉള്ളിൽ അതിന്റെ എല്ലാ പൊട്ടൻഷ്യലോടെയും എല്ലാ സാധ്യതയോടുകൂടിയും ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഈ ശക്തി നമ്മൾ അറിയേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് കൂടുതൽ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമേ, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഉള്ളിലിരിക്കുന്ന അങ്ങയുടെ ദൈവത്തിന്റെ അങ്ങ് വെളിപ്പെടുത്തി തരണേ, അങ്ങേ തന്നെ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വിശ്വാസത്തിന്റെ അനുസരണം നമ്മളിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കാരണമാകുന്നുണ്ട്. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ദൈവത്തെ അറിയാൻ കാരണമാകുന്നതിനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യഥാർത്ഥമായ ദൈവത്തെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെ വെളിപ്പെടുത്തി തന്നു. ഈ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു മനോബോധം, അല്ലെങ്കിൽ ഒരു മനസ്സ് നമുക്ക് പലപ്പോഴും ഇല്ലാതാകുന്നതും കൂടെയുണ്ട്. അതുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ പറയുന്നത്, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ പറയുന്നത്, ഈ ഓർമ്മകളിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്, അന്വേഷിച്ച് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്, നമ്മളെ തന്നെ വലിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ വ്യക്തിപരമായി അവൻ ആരെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എത്ര വലുതാണെന്നും അവന്റെ ധനം എത്ര വലുതാണെന്നും നമ്മളെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് തന്നെയാണ് നമ്മുടെ ഫെയ്ത്തിന്റെ
സ്ട്രെങ്ത്, നമ്മൾ വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് കാരണമാകുന്നത് ദൈവത്തിനെ പറ്റി അറിയുന്നതാണ്. അവനെ അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തെ അറിയുന്നവരായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പൗലോസ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പൗലോസ് ചെയ്തതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മളെ ദൈവത്തെ അറിയിക്കുന്നതിന് കാരണമാണ്. നമ്മൾ വ്യക്തിപരമായി ബൈബിൾ വായിക്കുന്നവരായി, വ്യക്തിപരമായി മറ്റു ഒരു റിസോഴ്സും തൊടാതെ ദൈവത്തിന്റെ വചനം മാത്രം വായിച്ച് ധ്യാനിക്കുന്നവരായി. അപ്പോൾ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആത്മാവിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആത്മാവും വചനവും കൂടെ ചേർന്നാണ് നമുക്ക് ദൈവം ആരെന്ന് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനും ആകുന്നു എന്ന് പറയും. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം പേഴ്സണൽ പ്രയറുകളിൽ നമ്മൾ ദൈവത്തിന്റെ വചനമായിട്ട് ധ്യാനിക്കാതിരിക്കുകയും ഈ വചനം ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളിൽ വ്യാപരിക്കപ്പെട്ട് നമുക്ക് ദൈവം ആര് എന്ന് അവൻ തന്റെ വചനത്തിലൂടെയും തന്റെ കൃപാവരങ്ങളിലൂടെയും മറ്റു ശുശ്രൂഷകളിലൂടെ എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് ക്രിസ്തുവിന്റെ മഹത്വത്തിനായി നമ്മൾ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.